ലോകം നെഞ്ചേറ്റുന്ന ഏറ്റവും ജനകീയമായ കായിക വിനോദമായ ഫുട്ബോളിന് 150ഓളം വർഷത്തെ പഴക്കമേ ഉള്ളൂ. എങ്കിലും പന്ത് തട്ടുന്ന കളികളുടെ ചരിത്രം മനുഷ്യ സംസ്കാരത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ഫുട്ബോളിന്റെ പെരുമ കടലുകളും ഭൂഖണ്ഡങ്ങളും കടക്കുന്നതാണ്. കോടിക്കണക്കിന് ആളുകളാണ് ഈ കളിയുടെ ആരാധകരും കളിക്കാരും. ആധുനിക ഫുട്ബോളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നെങ്കിലും പുരാതന നാഗരികതകളിൽ പന്ത് ഉപയോഗിച്ചുള്ള കളികൾ നിലനിന്നിരുന്നു. BC 9-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ 12 മുതൽ 14 പേരടങ്ങുന്ന ടീമുകൾ കളിച്ചിരുന്ന എപ്പിസ്കിറോസ് എന്ന കളിയാണ് ഇതിൽ പ്രധാനം. പിന്നീട് റോമക്കാർ ഇതിനെ ഹാർപാസ്റ്റം എന്ന പേരിൽ പരിഷ്കരിക്കുകയും അത് യൂറോപ്പിലുടനീളം പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ പന്ത് കാലുകൊണ്ട് തട്ടുന്ന കളിയുടെ ഏറ്റവും പഴയ രൂപമായി ഫിഫയുടെ മുൻ പ്രസിഡന്റ് സെപ്പ് ബ്ലാസ്റ്റർ വിശേഷിപ്പിച്ചത് ചൈനീസ് കളിയായ കുജു ആണ്. BC 2-ാം നൂറ്റാണ്ടിനും 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ സൈനികരുടെ പരിശീലനത്തിന്റെ ഭാഗമായാണ് ഇത് കളിച്ചിരുന്നത്. കൈകൾ ഉപയോഗിക്കാതെ തുകൽ കൊണ്ടുണ്ടാക്കിയ പന്ത് കാലുകൊണ്ട് ഒരു വരയിലേക്ക് അടിച്ചു കയറ്റുന്നതായിരുന്നു ഈ കളി. ഈ പുരാതന കളിക്ക് ആധുനിക ഫുട്ബോളുമായി വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും പന്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന അടിസ്ഥാന ആശയം അവയെല്ലാം പങ്കുവച്ചു. യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിൽ ഫുട്ബോളിന്റെ പല നാടൻ രൂപങ്ങളും ജനകീയമായി. ഗ്രാമങ്ങൾ തമ്മിലായിരുന്നു പ്രധാന മത്സരം. എണ്ണമറ്റ കളിക്കാർ ചേർന്ന് ഒരു പന്ത് നിശ്ചിത ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു രീതി. ഈ മത്സരങ്ങൾ പലപ്പോഴും അക്രമാസക്തവും നിയമങ്ങളില്ലാത്തതുമായിരുന്നു. ഇവ നിരോധിക്കാൻ അധികാരികൾ ശ്രമിച്ചെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഫുട്ബോൾ ഒരു പ്രിയപ്പെട്ട വിനോദമായി പടർന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ഫുട്ബോളിന്റെ ആധുനിക രൂപം ഉടലെടുത്തത്. വ്യത്യസ്ത സ്കൂളുകളും ക്ലബ്ബുകളും അവരവരുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് കളിച്ചിരുന്നത്. ഇത് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇന്ന് നമ്മൾ കാണുന്ന ഫുട്ബോളിന്റെ ശരിയായ തുടക്കം കുറിക്കുന്നത് 1863-ൽ ഇംഗ്ലണ്ടിലാണ്. എബനീസർ കോപ്പ് മോർലി എന്ന വ്യക്തിയാണ് ഇതിന് മുൻകൈയെടുത്തത്. പല സ്കൂളുകളിലും ക്ലബ്ബുകളിലും വ്യത്യസ്ത നിയമങ്ങളായിരുന്ന ഫുട്ബോളിന് ഏകീകൃത നിയമങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 1863 ഒക്ടോബർ 26-ന് ലണ്ടനിലെ ഒരു പബ്ബിൽ ചേർന്ന യോഗത്തിലാണ് ഫുട്ബോൾ അസോസിയേഷൻ FA സ്ഥാപിതമായത്. പന്ത് കൈകൊണ്ട് തൊടുന്നത് നിരോധിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ നിയമങ്ങൾ റഗ്ബിയിൽ നിന്നും ഫുട്ബോളിനെ വേർതിരിച്ചു. അങ്ങനെ അസോസിയേഷൻ ഫുട്ബോൾ അഥവാ സോക്കർ എന്ന പേരിൽ ആധുനിക ഫുട്ബോൾ പിറവിയെടുത്തു. ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിച്ചതോടെ ഫുട്ബോൾ ലോകമെമ്പാടും വ്യാപിച്ചു. നാവികരും വ്യാപാരികളും സൈനികരും അധ്യാപകരും ചേർന്ന് യൂറോപ്പ്, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിലേക്ക് ഫുട്ബോളിനെ എത്തിച്ചു. കുറഞ്ഞ കളിയുപകരണങ്ങൾ മാത്രം മതി എന്നതിനാലും എവിടെയും കളിക്കാം എന്ന സൗകര്യത്തിനാലും ഫുട്ബോൾ അതിവേഗ ജനപ്രീതി നേടി. 1904-ൽ പാരീസിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഫിഫയ്ക്ക് രൂപം നൽകി. മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ലോകമെമ്പാടും ഫുട്ബോൾ പ്രചരിപ്പിക്കുന്നതിലും ഫിഫ പ്രധാന പങ്കുവഹിച്ചു. ആദ്യ ഫിഫ ലോകകപ്പ് 1930-ൽ യുറഗ്വായിൽ നടന്നു. അന്ന് യുറഗ്വായ് തന്നെ കിരീടവും ചൂടി. 20-ാം നൂറ്റാണ്ടോടെ ഫുട്ബോൾ ഒരു ആഗോള പ്രതിഭാസമായി മാറി. പെലെ, ഡിയേഗോ മറഡോണ, യോഹാൻ ക്രൈഫ്, സിനദിൻ സിദാൻ, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ പിൽക്കാലത്ത് തങ്ങളുടെ കളി മികവ് കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി. എപ്പിസ്കറോസിലെ ചെറിയ പന്തിൽ നിന്ന് ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ വിപണിയുള്ള ആധുനിക ഫുട്ബോളിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. എങ്കിലും ആ പഴയ സൂൾ കളിക്കാരന്റെയും ഇന്നത്തെ സ്റ്റാർ പ്ലെയറുടെയും ലക്ഷ്യം ഒന്നു തന്നെ: പന്ത് എതിരാളിയുടെ പോസ്റ്റിലേക്ക് എത്തിക്കുക. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.